ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا قال الله عز وجل يا سيد الرسل الذي فاق الورى بأسا سما كل الوجود وجودا هذه ضراعة مذنب متمسك بولائكم من يوم كان وليدا يا ربي بالمصطفى بلغ مقاصدنا നബിമാരിലൊക്കെയുമുപരിയാണ് അഹ്മദ് നബി അവരൊക്കെയും ബദറാണു ശംസാണേ നബി മൗലായ സ്വല്ലി വസല്ലിം ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അതുപോലെ മോയിൻകുട്ടി മാസ്റ്റർ അടക്കം ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ്, അഭിമന്യരായ ഗുരുവര്യർ ചുങ്കത്തറ ഉസ്താദ് അടക്കം വേദിയിലിരിക്കുന്ന ആദരപ്രധാനികളായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, ഈ ആദർശ സംഗമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്കിങ്ങനെ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സംഗമത്തിൻ്റെ മിസ്ലു സവാബ് നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് മൺമറഞ്ഞു പോയവർ, അള്ളാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രവർത്തകർ പലരും രോഗികളുണ്ട്. അള്ളാഹുവെ, ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ പങ്കുവെക്കുന്ന ഇൽമുകളുടെ ബറക്കത്തുകൊണ്ട് അവർക്കു നീ ശിഫാ നൽകണേ റഹ്മാനെ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ്ഖി ആലി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക വിഭാഗമായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രഖ്യാപിച്ച ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന നമ്മുടെ ഈ ആദർശധാരയെ മുസ്ലിം ഉമ്മത്തിൽ നിരന്തരം പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന സമസ്തയുടെ ലക്ഷ്യത്തിൽ, സമസ്തയുടെ ഉത്തരവാദിത്വത്തിൽ കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ സമൂഹമധ്യത്തിൽ താറടിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ വ്യാപകമായ ഈ സാഹചര്യത്തിൽ
ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഈ ആദർശ ക്യാമ്പയിൻ വളരെയേറെ പ്രസക്തമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മനോനുകരങ്ങളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള വിഫലമായ ശ്രമങ്ങൾ വ്യാപകമാണല്ലോ. സുദീർഘമായി സംസാരിക്കുകയല്ല, വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ ദാരിമി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പട്ടിക്കാട് വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അതിന് മറ്റൊരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. പട്ടിക്കാട് വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയും മോശമായ രൂപത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ ഒരു മറുപടി കൂടിയായിരുന്നു അത്. എന്നാൽ ഇങ്ങനെ മറുപടി പറയുകയും ആ മറുപടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമാവുകയും ചെയ്തപ്പോ സ്വാഭാവികമായും അവർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ മറുപടി പറയുന്നു എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടൊരു മറുപടി നാടകം അവിടെ നടക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാൻ വേണ്ടി ആ പരിപാടി കേട്ടപ്പോ ചെലവഴിച്ച സമയം വെറുതെയായി എന്ന് തോന്നിപ്പോയി. കേവലം ആരോപിക്കാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ഒരു വിഷയത്തെ കൃത്യമായിട്ട് സമർത്ഥിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം എന്തോ അതരവ്യായാമം നടത്തിപ്പോയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഈ ഉള്ളവനും അവിടെ പ്രസംഗിച്ചിരുന്നു. എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലോകത്തുള്ള മുസ്ലിങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ്. ആ ശിർക്ക് ആരോപിക്കുന്നതിന് അവർ കാരണം പറഞ്ഞത് എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുന്നു, അഭൗതികമായ മാർഗത്തിലുള്ള സഹായം തേടുന്നു, കഴിവിനതീതം, മനുഷ്യ കഴിവിനതീതം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥനക്ക് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു നിർവചനം. ഞാൻ ഒറ്റ ചോദ്യമാണ് എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ആമുഖത്തിൽ തന്നെ ചോദിച്ചത്. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നും സൃഷ്ടികഴിവിനതീതമെന്നും മനുഷ്യ കഴിവിനതീതമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ നിർവചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തുകൊണ്ട്, മഹാന്മാരായ സ്വഹാബത്തിന്റെ വാക്കുകൊണ്ട്, ലക്ഷോപലക്ഷം വരുന്ന ഇമാമുമാരുടെ വാക്കുകൊണ്ട്, 1,24,000 വരുന്ന നബിമാരുടെ വാക്കുകൊണ്ട് ഈ വിശുദ്ധമായ പ്രാർത്ഥനയുടെ നിർവചനത്തെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് തൊടാൻ പോലും അവർക്ക് തയ്യാറായില്ല, സാധ്യമായിട്ടില്ല. ആ പ്രശ്നം അതിനു മറുപടി പറയാനാണ്. അതിനു മറുപടി പറഞ്ഞാലും പ്രശ്നത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന വഹാബികളോട് വളരെ സ്നേഹോഷ്മളമായി വെല്ലുവിളി നടത്തുകയാണ്. ധിക്കാരത്തോടുകൂടെ ഞങ്ങൾ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ആ നിർവചനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നൊക്കെ നിങ്ങൾ എഴുതിയ ആ നിർവചനം നിങ്ങൾ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഏത് ഇമാമിന്റെ വാക്കു ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ അരവരി കൊണ്ട് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയുമോ? അതിൽ നിങ്ങൾ തൊട്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. എന്തേ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത്? വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ മേൽ അവർ ശിർക്ക് ആരോപിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ഇസ്തിഗാസ നടത്തുന്നു, അത് ശിർക്കാണ്. കാരണം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടമാണ്. നമ്മൾ ഖുതുബിയത്ത് നടത്തുന്നു, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കുന്നു, അത് ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടുപോയവരുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് സഹായം തേടുന്നു. നമ്മൾ നബിദിനാഘോഷം നടത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്ന് ഇവർ പറയുന്നു. കാരണം അത് അവരുണ്ടാക്കിയ കാരണമാണ്. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ഓതുന്നു, ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുകയാണ്. അത് സഹായം തേടിയാൽ എന്താ പ്രശ്നം? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം ശിർക്കാണ്. ഇതാണ് അവർ പറഞ്ഞത്. നമുക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, അതാരു പറഞ്ഞു? അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതിനു മറുപടി പറഞ്ഞാൽ ഇപ്പോൾ 8 ഇനിയും 16 ആകേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളത് തൊടാത്തത്. ഈ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മധ്യമേഖലാ സമ്മേളനത്തിൽ ആധികാരികമായിട്ട് വഹാബികളോട് വീണ്ടും ചോദിക്കുകയാണ്, ഈ നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്?
പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. കാരണം നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പരം തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഈ നിർവചനത്തിന്റെ പേരിലാണ് ഇവർ പ്രശ്നമായത്. ഈ നിർവചനത്തിന്റെ പേരിലാണ് വഹാബികൾ 8 നിരയിൽ പൊട്ടിയത്. പരസ്പരം തെറ്റിപ്പിരിഞ്ഞപ്പോൾ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന അവരെഴുതിയ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ അവരെഴുതി വെച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നൊക്കെ. ഈ പ്രാർത്ഥനയുടെ നിർവചനത്തെ വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പഠിപ്പിച്ചതല്ല, മറിച്ച് നാം ആവിഷ്കരിച്ചെടുത്തതാണ്. നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഹുസൈൻ സലഫി അവിടെ ഉണ്ടല്ലോ, റഫീഖ് മൗലവി അവിടെ ഉണ്ടല്ലോ, ഫൈസൽ മൗലവി അവിടെ ഉണ്ടല്ലോ, അനസ് മൗലവി അവിടെ ഉണ്ടല്ലോ. സർവ്വ മുജാഹിദ് പണ്ഡിതന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയോ? പട്ടിക്കാട് വെച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വിഷയങ്ങൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇത് വെച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅൽ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ ഓതുന്ന, വിശുദ്ധമായ ഖുർആൻ പഠിച്ചതിന്റെ അസറുകളൊക്കെ പ്രകടമാകുന്ന ഒരാൾ, അയാളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ ഇസ്ലാമിന് നല്ല മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് ഹിദായത്ത് നഷ്ടപ്പെടുത്തും. അല്ലെങ്കിൽ അല്ലാഹു അയാളിൽ പരിവർത്തനം ഉണ്ടാക്കും. അങ്ങനെ അയാളിൽ അല്ലാഹു പരിവർത്തനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിനെ അയാൾ മാറ്റിവെക്കും. ശ്രദ്ധിക്കണം, ഖുർആൻ പണ്ഡിതനായിരുന്നു അയാൾ. പക്ഷേ പിന്നീട് അയാളിൽ നിന്ന് ആ ഖുർആനിന്റെ യഥാർത്ഥമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. തന്റെ സഹമുസ്ലിമായ തന്റെ സഹോദരന്റെ നേരെ അയാൾ വാളെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല, വറമാഹു ബിശ്ശിർക്ക്, ശിർക്ക് ആരോപിച്ചുകൊണ്ട് വാളെടുക്കുന്നു. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. റസൂൽ എന്താ പറഞ്ഞത്? അയാളെ പുകഴ്ത്തല്ല പറഞ്ഞത്, മറിച്ചോ അയാളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാഹ് അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക് അൽ മർമിയു അമിർ റാമിയു. നബിയെ, ഇതിൽ ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടവനാരാണ്? ആരിലേക്കാണ് ശിർക്ക് യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നത്? ആരോപിച്ചവനിലേക്കാണോ അതോ ആരോപണ വിധേയനായ ആരോപിക്കപ്പെട്ടവനിലേക്കാണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ശിർക്ക് മടങ്ങുന്നത് ബലിറാമി, ഈ ശിർക്ക് ആരോപകനിലേക്ക് തന്നെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ശിർക്ക് ആരോപണത്തിന്റെ മാനദണ്ഡം എന്താണ്? ഇവർ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു ഗ്ലാസ്സിൽ ചായ കുടിക്കുകയാണ്. അപ്പോ ആ ചായ കുടിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാണ്, അയാൾ കള്ളാണ് കുടിക്കുന്നത് എന്ന് അയാളുടെ മേൽ ദുരാരോപണം നടത്തിയിട്ട് പിന്നെ കള്ളു കുടിക്കുന്നതിന്റെ ദുരന്തങ്ങൾ പറയാ, അതിന്റെ വിപത്തുകൾ പറയാ. കള്ളുകുടി അജ്ഞന ഹറാമാണ്, കള്ളു കുടിച്ചാൽ എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് പറഞ്ഞിട്ട് ഗീർവാണ പ്രസംഗം നടത്തുക. ഈ സാധു കുടിച്ചതോ? അയാളൊരു കട്ടൻ ചായ കുടിച്ചതാണ്. ഈ രൂപത്തിലാണ് ഇവരുടെ ശിർക്ക് തൗഹീദിന്റെ വിശദീകരണങ്ങൾ ഇന്ന് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖവാരിജിയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് അലൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. കാഫിരീങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ കെട്ടിവെച്ച് ശിർക്ക് ആരോപിക്കുന്നവരാണ് ഖവാരിജിയത്ത്. ആ ഖവാരിജിയത്തിന്റെ പിൻഗാമികളാണ് ഇന്നത്തെ വഹാബികൾ. ഇത് നമ്മൾ കേവലം ആരോപിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സ്വാബി ഇമാം പറയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയത് ഖവാരിജിയാക്കളിലാണ്. എന്താണ് ഖവാരിജിയാക്കളുടെ പ്രത്യേകത? അല്ലദീന യുഹദ്ദിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന. വിശുദ്ധമായ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തവർ. ആര്? ഖവാരിജിയാക്കൾ. എന്നിട്ട് പറയാണ്, വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളുടെ രക്തത്തെ ഹലാലാക്കിയവർ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കണം. ഈ അടുത്ത് ഹനീഫ് ഗായക്കൂടി റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അവതാരകൻ ചോദിക്കുമ്പോ ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുടെ നേതാവാണെന്ന് പറയാൻ മുട്ടിടിക്കുന്ന ദയനീയമായ സാഹചര്യം നമ്മൾ പരസ്യമായിട്ട് കണ്ടതാണ്. മൂപ്പര് ഞങ്ങൾ അങ്ങനെ വലിയ നേതാവൊന്നും അല്ല എന്നൊക്കെയാണ് കായക്കൊടി സാഹിബ് പറഞ്ഞത്.
പറയാൻ പേടിയുണ്ടാവും. കാരണം എന്താ വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിൽ അത് കാണാം. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയ രക്തരൂക്ഷിതമായ വിപ്ലവ ചരിത്രമാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രമുള്ളത്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കടക്കുകയല്ല. മാത്രമല്ല ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഇവരെ കുറിച്ച് പറയാണ്, യസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വ അംവാലഹും. മുഅ്മിനീങ്ങളുടെ രക്തം ചൊരിക്കാനും മുഅ്മിനീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനും ശ്രമിച്ചവരാണ് ആര്? ഖവാരിജിയാക്കള്. എന്നിട്ട് ബഹുമാനപ്പെട്ട സ്വാവി ഇമാമു പറയാണ്, അങ്ങനത്തെ ഒരു കൂട്ടരിപ്പരുണ്ട്, ആ വിഭാഗത്തെ പോലെ ഒരു വിഭാഗം ഇന്നുമുണ്ട്. എന്നിട്ട് പറയാണ് വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ്. അത് ഹിജാസിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഭാഗമാണ്. യുഖാലു ലഹുമുൽ വഹാബിയ. ഓരെ പേരാണ് വഹാബികൾ. ഇമാമുന സ്വാവി തങ്ങളെ രേഖപ്പെടുത്താണ്. പിന്നീട് ഇവരെ പ്രസ്സിൽ നിന്ന് ഇറങ്ങണ സ്വാവി ഇമാമിന്റെ ആ തഫ്സീറിൽ എന്തു കാണാൻ ഈ ഭാഗം കാണൂല. വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ് യുഖാലു ലഹുമുൽ വഹാബിയ. അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണാം. നിങ്ങൾ പോയിട്ട് പരിശോധിച്ച് നോക്കി. ഇത് ബഹുമാനപ്പെട്ടവ ഇമാമുമാർ അവരെ കുറിച്ച് പറയാണ്. എന്നിട്ടോ അവരുടെ പ്രത്യേകത, അവർ കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ്. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവർ കളവ് പറയുന്നവരാണ് എന്ന് മാത്രമല്ല, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാനു ഫഅൻസാഹും ദിക്റല്ലാഹ്. അവരുടെ ഹൃദയത്തിൽ പിശാചിന്റെ ആധിപത്യമുള്ളത് കൊണ്ട് തന്നെ ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദിക്ർ അവരുടെ ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലെ, പിശാച് ഒരാളെ ഹൃദയത്തിൽ ആധിപത്യം ചെലുത്തിയാൽ ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ മറച്ചു കളയും. അവരാണ് വഹാബികൾ എന്ന് ഇമാമുന സ്വാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഉലൈക ഹിസ്ബുശ് ശൈത്വാനി അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക്, ഈ ജനങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുക. ഇനി നിങ്ങൾ നോക്കുക വിശുദ്ധമായ ഖുർആനിനെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്ത 1-2 ഉദാഹരണങ്ങൾ മാത്രം അവതരിപ്പിച്ച് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർള് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തോതുകയാണ്. ആ ആയത്തിൽ അവരെടുക്കുന്ന ഒരു ഭാഗം മാത്രമുണ്ട്. എന്താ? ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുന്നവരാണ്, ശഫാഅത്ത് ചെയ്യുന്നവരാണ്. കണ്ടോ സുന്നികൾ ചെയ്യുന്നത്? ഖുർആൻ പറയുന്നത് സുന്നികൾ മഹാന്മാരിൽ നിന്ന് ശഫാഅത്തിനെ പ്രതീക്ഷിക്കാറുണ്ട്, ശഫാഅത്തിനെ തേടാറുണ്ട്. അതും ഇതും ഒന്നാണ് എന്ന് വരുത്തി തീർക്കുക. യഥാർത്ഥത്തിൽ ഖുർആനിൽ ഈ പറഞ്ഞ ശഫാഅത്ത് എന്തിനെ കുറിച്ചാണ്? ഖുർആനിൽ ഈ പറഞ്ഞ ശഫാഅത്ത് സത്യനിഷേധികൾ അവരുടെ ബിംബങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച ശഫാഅത്തിനെ കുറിച്ചാണ്. അത് ഈ ആയത്ത് ശരിക്കോതിയെ തന്നെ കിട്ടും. എന്താ പറയുന്നത്? ആയത്ത് തുടങ്ങണം എങ്ങനെ? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന അവരുടെ ബിംബങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞമ്മക്ക് അങ്ങനെ ഔലിയാക്കൾ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹിനെ കൂടാത്തൊരു ഔലിയാക്കള്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് അത് അള്ളാഹിനെ കൂടാത്തൊരു ഔലിയായിട്ടാണ് നമ്മൾ കാണുന്നത്? അല്ല, അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് നമ്മൾ ഇഷ്ടപ്പെടുന്നതോ അവർ അള്ളാഹിന്റെ ഇഷ്ടക്കാരായതുകൊണ്ടാണ്. അള്ളാഹുവിനെ കൂടാതെ നമുക്ക് അങ്ങനെ ഒരു വലിയും ഇല്ല. വലിയാകുന്നത് തന്നെ അവർ അള്ളാഹുവിനോടുള്ള ഖുർബ് കൊണ്ടാണ്, അവർ അള്ളാഹുവിനോടുള്ള ബന്ധം കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആനിലെ ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങളെ അവർ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നു. എന്നിട്ടോ ഇവർ ഞങ്ങൾക്ക് ശഫീഉകളാണ്. ആരാ ഈ പറയപ്പെട്ട കൂട്ടരാരാ? അവർ ആരാധിക്കുന്ന ബിംബങ്ങൾ. എന്നിട്ട് ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർള് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഇതിനെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ച കൂട്ടത്തിൽ വറാബിഉഹ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കാണാം. അന്നഹും സത്യനിഷേധികൾ വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം.
മുൻഗാമികളായ നബിമാരുടെ രൂപത്തിൽ, അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള വലിയവരുടെ രൂപത്തിൽ ഇവർ ബിംബങ്ങളെ ഉണ്ടാക്കുകയും ആ ബിംബങ്ങൾ ഈ രൂപങ്ങൾക്ക് ഇബാദത്തു ചെയ്താൽ എന്താ പറഞ്ഞത്? ആ ബിംബങ്ങൾ അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് വായിക്കാതെ, അല്ലെങ്കിൽ ഇത് വായിച്ചാൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കും. ഇനി റാസിമാൻ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, വനളീറുഹു ഫീ ഹാദ സമാൻ. ഇതുപോലത്തെ ഒരു വിഭാഗം ഇന്നുമുണ്ട്. വനളീറുഹു ഫീ ഹാദ സമാൻ, ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് റാസിമാം അത് വിശദീകരിച്ചിരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു വിഭാഗം ഇന്നുമുണ്ട്. എന്താ കാരണം? ഇസ്തിഗാലു കസീറും മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിരി അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂലൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്. മഹാന്മാരുടെ, അവർ നമ്മളെ കുറിച്ച് പറയുന്നത് മഹാന്മാരുടെ മഖ്ബറകളെ, ഖബറുകളെ ആദരപൂർവ്വം അവിടെ സമീപിച്ചാൽ തന്നെ അവരിൽ നിന്ന് ശഫാഅത്ത് കിട്ടുമെന്നാണ്. അത് റാസിമാമു പറയുന്നത് ശിർക്കാണ്, അത് മക്കാ മുശ്രിക്കുകൾ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക കടുത്ത ദുർവ്യാഖ്യാനമാണ്. ഇവിടെ മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്തതും ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്നതും ഒരു ബന്ധവും ഇല്ല. അവർ നടത്തുന്നത് ആരാധനയാണ്. അവർ തമാസീലുകൾ ഉണ്ടാക്കി അതിന്റെ മേൽ ആരാധിക്കുകയാണ്. ഒന്ന്. ഇനി രണ്ടാമതോ, റാസിമാം അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ മക്കാ മുശ്രിക്കീങ്ങളുടെ ശഫാഅത്തും നമ്മളെ ശഫാഅത്തും ഒന്നല്ല. മക്കാ മുശ്രിക്കീങ്ങൾ അവരുടെ ബിംബങ്ങളിൽ നിന്ന് ശഫാഅത്തിനെ താല്പര്യപ്പെട്ടത് എങ്ങനെയെന്നറിയോ? അതും റാസിമാം എന്നെ വിശദീകരിക്കുന്നുണ്ട്. അന്നൽ ഖൗമ ഇന്നൽ ഖൗമ കാനൂ യഖൂലൂന ഫിൽ അസ്നാമി ഇന്നഹാ ശുഫആഉനാ ഇൻദല്ലാഹി വകാനൂ യഖൂലൂന ഇന്നഹാ തശ്ഫഉ ലനാ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ സമ്മതമല്ലാതെ ചെയ്യുന്ന ശഫാഅത്ത്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അങ്ങനെ ഒരു ശഫാഅത്തല്ല, മറിച്ച് അത് വീണ്ടും വിശദീകരിക്കുകയാണ്. ഖുർആൻ തന്നെ പറയാണ്, വലിഹാദ സബബി റദ്ദല്ലാഹു തആല അലൈഹിം ദാലിക ബിഖൗലിഹി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിന്റെ സമ്മതമല്ലാതെ വീണ്ടും വിശദീകരിക്കുകയാണ്. ഫഹാദ, ഇവിടെ ശ്രദ്ധിക്കണം ട്ടോ, ഫഹാദ യദുല്ലു അലാ അന്നൽ ഖൗമ ഇഅ്തഖദു അന്നഹും യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക ശഫാഅ. ബിംബങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്താൽ അള്ളാഹുവിന് അത് സ്വീകരിക്കൽ നിർബന്ധമാകും. അപ്പൊ ഇങ്ങനെ അള്ളാഹിനേക്കാളും വലിയ ആൾക്കാരാ ബിംബങ്ങൾ. അതാണ് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും അവരുടെ ശഫാഅത്തും അങ്ങനെയാണ്. വഹാദാ നൗഉ ത്വാഅത്തിൻ, ഇതുകൊണ്ടാണ് അത് പാടില്ല എന്ന് റാസിമാമു പറഞ്ഞത്. അതല്ലാതെ മഹാന്മാരുടെ മഖ്ബറകളിൽ പോകുന്നതോ മഹാന്മാരുടെ ഖബറുകളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതോ അല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ആയത്തിന്റെ ഒരു പൊട്ട് മാത്രം എടുക്കുക, റാസിമാമു പറഞ്ഞ വാക്കിന്റെ അല്പം മാത്രം എടുക്കുക, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ കണ്ടോ സുന്നികൾ ചെയ്യുന്നത് ഇമാം റാസി തങ്ങൾ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിൽ അത് ശിർക്കാണെന്നുണ്ട് എന്ന് കടുത്ത ദുർവ്യാഖ്യാനം നടത്തുക. ഇനി ഇത് ശരിയല്ല എന്നുള്ളതിന് വേറെ തെളിവ് എന്താണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഖുർആനിൽ ശുഹദാക്കൾ ഖബറിൽ ജീവിക്കുന്നവരാണ് എന്നതിനെ കുറിച്ചുള്ള ആയത്ത്, ഞാൻ ഓരോ ആയത്ത് മോദി വിശദീകരിക്കുമ്പോൾ സമയത്തിന്റെ ദൈർഘ്യം മാനിച്ചുകൊണ്ട് ചുരുക്കുകയാണ്. അതിന്റെ തഫ്സീറിൽ ഖബറിൽ ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് റാസി ഇമാം സമർത്ഥിക്കുകയാണ്. അങ്ങനെ തഫ്സീർ റാസി നോക്കിയാൽ അറിയാം ഒരുപാട് വജ്ഹുകൾ. അങ്ങനെ വസാദി സുഹ, ആറാമത്തെ വജ്ഹ് പറയാണ്, ഇത് ഖബറിൽ ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് സമർത്ഥിക്കാൻ റാസി ഇമാം ഒരു വജ്ഹ് പറഞ്ഞെന്താ അറിയോ? അന്നന്നാസ യസൂറൂന ഖുബൂറ ശുഹദാ, ശുഹദാക്കളെ ഖബർ ജനങ്ങൾ സന്ദർശിക്കാറുണ്ട്. വയുഅല്ലിമൂനഹാ, ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. അതിനെ ആക്ഷേപിക്കല്ല, മറിച്ചോ വദാലിക യദുല്ലു മിൻ ബഅദിൽ വുജൂഹി അലാ മാ ദക്കർനാഹ്, ശുഹദാക്കൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നതിന് നാം ഒരുപാട് ന്യായം നിരത്തിയതിലെ ഒരു ന്യായം ഇതാണ്. ശുഹദാക്കളുടെ ഖബറിൽ മഹാന്മാരായ ശുഹദാക്കളുടെ ഖബറിനെ ജനങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല, വയുഅല്ലിമൂനഹാ, റാസി ഇമാം ഖബറിനെ ബഹുമാനിക്കുന്നത് ശിർക്കാണ് എന്നല്ല പറഞ്ഞത്. അവിടെ മാത്രമാണോ? അല്ല. നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. റാസി ഇമാം ഇങ്ങനെ വിശദീകരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണയെ അള്ളാഹു ഭൂമി ലോകത്ത് എങ്ങനെയാണ് ഉയർത്തിയത്, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് റാസി ഇമാം പറയാണ്, ബലിൽ ഉലമാഉ വസ്സലാത്തീൻ,
നബിയെ ഒരുപാട് പണ്ഡിതന്മാരും വസ്സലാത്തീൻ രാജാക്കന്മാരും യസ്ലൂന ഇലാ ഖിദ്മതിക അവർ റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിലേക്ക് വരും. പിന്നെ വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക ആ വാതിൽപ്പടിയുടെ പിന്നിൽ നിന്ന് അങ്ങയിലേക്ക് സലാം പറയും. വയംസഹൂന വുജൂഹഹും ബിത്തുറാബി റൗളതിക നബിയെ അങ്ങയുടെ പരിശുദ്ധമായ റൗദ ഷരീഫിലെ ആ തുർബത്തു ഷരീഫയുടെ മണ്ണിലേക്ക് അവർ മുഖം ചേർത്തി അമർത്തും. വരവാശിയിൽ എന്താ കൊടിയ ശിർക്ക് എന്നൊക്കെ പറയും. റാസിമാമു പറയാണ് റസൂലുള്ളാഹിന്റെ സ്മരണയെ അല്ലാഹു ഉയർത്തുന്ന രൂപം വയംസഹൂന വുജൂഹഹും ബിത്തുറാബി റൗളതിക വയർജൂന ശഫാഅതക അങ്ങയുടെ ശഫാഅത്തിനെ അവർ പ്രതീക്ഷിക്കും, അവർ ആഗ്രഹിക്കും. ഇത് ശഫായത്ത് ശിർക്കാണെങ്കിൽ റാസിമാമു ഇങ്ങനെ പറയോ? അപ്പൊ റാസിമാമു പറഞ്ഞത് വേറെയും ഇവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വേറെയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിനെ പ്രതീക്ഷിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിനെ പ്രതീക്ഷിക്കുക എന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ദിക്റിനെ, സ്മരണയെ അല്ലാഹു ഉയർത്തിയതിന്റെ അടയാളമാണ് എന്നാണ് റാസിമാമു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ സയ്യിദി ഖൈറൻ നബി അല്ലാഹു ശഫാഅത്ത് നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഖുർആന്റെ ആയത്തോതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതാണ് നേരത്തെ പറഞ്ഞത്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ ഓതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മേൽ ശിർക്കിന്റെ അമ്പെറിയുന്നവർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉപേക്ഷിക്കണം. ഇത് ചെയ്തു പോകരുത്. കടുത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഖുർആന്റെ ആയത്തോതിയിട്ട് എന്തും പറയാമെന്നാകരുത്. യുദില്ലു ബിഹി കസീറാ ഖുർആൻ കൊണ്ട് പിഴച്ചുപോയ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു കാര്യം കൂടി പറയുന്നു, മറ്റൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പട്ടിക്കാട് നടന്ന പ്രസംഗത്തിൽ അനസ് മൗലവി എല്ലാ പ്രഭാഷണങ്ങളിലും എന്ന് പറയാം മിക്ക പ്രസംഗത്തിലും അദ്ദേഹം പറയും, റാസി ഇമാമിന്റെ തഫ്സീറിൽ റാസി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്ത്? ദുആഇന്റെ സന്ദർഭത്തിൽ വാസിത്വ പാടില്ല, അഥവാ തവസ്സുല് പാടില്ല, തവസ്സുല് പാടില്ല എന്ന് റാസി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബാറത്ത് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഒരു കാര്യം അതിൽ മനസ്സിലാക്കണം, ഇമാം റാസി റളിയല്ലാഹു അൻഹു തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തിരുന്ന മഹാനാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മള് പട്ടിക്കാട് അവർ വെച്ച പരിപാടിക്ക് മറുപടി മങ്കടയിൽ വെക്കുന്നുണ്ട്. അന്ന് നമ്മുടെ അവിടെ കൃത്യമായിട്ട് കിതാബ് സഹിതം പറയും. എന്തിനാ മങ്കടയിൽ വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പട്ടിക്കാടിന് മറുപടി മങ്കടയിൽ വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവർ ചെയ്യുന്ന പണി എന്താ അറിയോ? അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം സ്വാഭാവികമായ സംഘടനയുടെ ഭിന്നാഭിപ്രായങ്ങളല്ല, മറിച്ച് തൗഹീദിൽ തന്നെ പ്രശ്നമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനം ആകെ പ്രശ്നമാക്കിയിരിക്കുകയാണ്. ആ നിർവചനത്തിന്റെ പേരിൽ ഇവർ തമ്മിലടിക്കുമ്പോ അവരെന്ത് ചെയ്യാ? രാജാവ് പ്രതിസന്ധിയിലാകുമ്പോ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമസ്തനൊന്ന് ശരിയാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ എല്ലാവരും പാടെ കൂടി ഇറങ്ങിയതാണ്. വിശുദ്ധക്കാരോടെ പരിപാടി വെച്ചു, KNM പരിപാടി വെച്ചു. എന്തിന്? സുന്നി ബെൽറ്റുകളിൽ പരിപാടി വെച്ചിട്ട് ജനങ്ങളെ ഫസാദാക്കുക. അവിടെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകണം. ആ നാട്ടിൽ വന്നിട്ട് വെറുതെ പരിപാടി വെച്ചിട്ട് ആളുകൾക്കിടയിൽ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കുക. അപ്പൊ അതിന് മറുപടി പറയാൻ ഏറ്റവും നല്ലത് മങ്കടയിലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഓരോ കേന്ദ്രങ്ങളെയും ഞങ്ങൾ വിടാതെ പിന്തുടരും. നിങ്ങളുടെ ഈ ശിർക്കൻ വിശ്വാസങ്ങൾ, നേരത്തെ ദാരിമി ഉസ്താദ് പറഞ്ഞ നിങ്ങളുടെ ആ ശിർക്കൻ വിശ്വാസങ്ങളും നിങ്ങളുടെ വ്യാജ നിർമ്മിതമായ തൗഹീദും വ്യാജ നിർമ്മിതമായ പ്രാർത്ഥനയുടെ നിർവചനവും നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ വെച്ചു തന്നെ ഞങ്ങൾ പൊളിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തവസ്സുൽ ചെയ്തിരുന്ന ആളാണ്. റാസി ഇമാമിന് തഫ്സീർ റാസി മാത്രമല്ല കിതാബുള്ളത്. പിന്നെ റാസി ഇമാം നിങ്ങളെ വരുത്ത നിങ്ങളുടെ പുസ്തകം എഴുതിയ മാതിരി മേലത്തെ വരിന്റെ എതിരാവില്ല താഴത്തെ വരി എഴുതിയത്. റാസി ഇമാം ഒരു നിലപാട് പറഞ്ഞാൽ അത് അങ്ങനെയായിരിക്കും. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വിഷയമാണ്, ഞാനത് പറയുന്നില്ല. ഇവിടെ അദ്ദേഹം എന്താ സംഭവം? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. നബിയെ വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ നബിയെ അങ്ങയോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ഈ ആയത്ത് ഓതിയിട്ട്
റാസി ഇമാം അവിടെ വിശദീകരിക്കണം. ഞാൻ ചുരുക്കി പറയാണ്, സമയം അവസാനിക്കുകയാണ്. റാസി ഇമാം അവിടെ വിശദീകരിക്കണം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യസ്അലൂനക അനിർ റൂഹ്, യസ്അലൂനക അനിൽ ജിബാൽ, ഇങ്ങനെ കുറെ ആയത്തുകളുണ്ട്. യസ്അലൂനക സഅല എന്ന പദത്തിൽ നിന്നും നിഷ്പന്നമായ പല പദങ്ങളെ കൊണ്ടും ഖുർആനിൽ ആയത്തുണ്ട്. ഈ ആയത്തുകളിലൊക്കെ ഖുർആനിൽ മറുപടി പറയുമ്പോൾ യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, നബിയെ ഖുൽ, അങ്ങ് പറയുക, റൂഹ് എന്നത് അല്ലാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ജവാബ് പറയുന്നിടത്തൊക്കെ ഒന്നുകിൽ ഫഖുൽ എന്നുണ്ട്, അല്ലെങ്കിൽ ഖുൽ എന്നുണ്ട്. പക്ഷെ ഇവിടെ വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ ഇന്നി ഖരീബ് എന്ന് പറയുന്നതിന് പകരം ഫഇന്നി ഖരീബ് എന്നാ പറഞ്ഞത്. അപ്പൊ റാസി ഇമാം ചർച്ച ചെയ്യാണ്, എന്തുകൊണ്ട് അവിടെ ഫഖുൽ എന്ന് പറഞ്ഞില്ല? വിശുദ്ധ ഖുർആനിൽ യസ്അലൂനക എന്ന് പറയുന്ന നിരവധി ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയാണ്, ഇവിടൊക്കെ ഖുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫഖുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മാത്രം പറഞ്ഞില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജവാബ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം അവിടെ എന്തു പറയുന്നുണ്ട്? യദുല്ലു അന്ന ദാലിക യദുല്ലു അലാ തഅളീമി ഹാലി ദുആഇ വഅന്നഹു മിൻ അഅളമിൽ ഇബാദാത്ത് ഫകഅന്നഹു സുബ്ഹാനഹു വ തആല ഖാല യാ അബ്ദി അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിതത്തി ഫീ ഗൈരി ദുആഇ അമ്മാ ഫീ മഖാമി ദുആഇ ഫലാ വാസിതത്ത ബൈനി ദുആഇന്റെ സന്ദർഭത്തിൽ ഞാനും എന്റെ അടിമയും തമ്മിൽ ഒരു വാസിത്തയും വേണ്ട. ഈ പരാമർശം എന്തിനെ കുറിച്ചാണ്? അള്ളാഹു ഇങ്ങോട്ട് ജവാബ് പറയുമ്പോൾ നബിയെ അങ്ങയുടെ വാസിത്വം ഇല്ലാതെ ഞാൻ പറഞ്ഞോളാം, അതാണ് ഫഖുൽ എന്ന് പറയാതെ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്. ഇതാണ് റാസി ഇമാം അവിടെ വിശദീകരിക്കുന്നത്. ഇത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തവസ്സുലാക്കരുത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ റാസി ഇമാം പിന്നെ തവസ്സുലാക്കി ദുആർക്കോ? തവസ്സുൽ പാടില്ലെങ്കിൽ പിന്നെ റാസി ഇമാം പറയോ? ഇമാം സുയൂത്തി തങ്ങളുടെ ഇത്ഖാനിലുണ്ട്, സുയൂത്തി തങ്ങൾ തവസ്സുൽ നടത്തൂല എന്നാണ് പറയുന്നത്. സുയൂത്തി തങ്ങൾ അതിന്റെ ആളല്ലേ? അപ്പോൾ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇത് റാസി ഇമാം എന്നെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു ത്വാഹ റബ്ബി ശ്റഹ് ലി സദ്രി എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് അവിടെയും റാസി ഇമാം ഈ ചർച്ച ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ വൽ ഹാസിലു അല്ലെ, ഒരു ചർച്ച പറഞ്ഞിട്ട് അതിന്റെ അവസാനം വൽ ഹാസിലു, അതിന്റെ രത്നച്ചുരുക്കം, അതിന്റെ ടോട്ടൽ, ലാസ്റ്റ് തീരുമാനം പറയാണ്. തീരുമാനം എന്താ പറഞ്ഞത്? കഅന്നഹു സുബ്ഹാനഹു വ തആല ഖാല യാ മുഹമ്മദ് ഇദാ സുഇൽത അൻ ഗൈരി, മുഹമ്മദ് നബിയെ ഇദാ സുഇൽത അൻ ഗൈരി, എന്നെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും അങ്ങ് ചോദിക്കപ്പെട്ടാൽ, ഇവിടെ ഇദാ സഅലക ഇബാദി അന്നി, എന്നെ പറ്റിയേ ചോദിച്ചത്, റൂഹിനെ പറ്റി ചോദിച്ചാൽ ഫഖുൽ, നബി അവിടുന്ന് മറുപടി പറഞ്ഞോളി. ജിബാലിനെ കുറിച്ച് ചോദിച്ചാൽ നബി അവിടുന്ന് മറുപടി പറഞ്ഞോളി. മഹീദിനെ കുറിച്ച് ചോദിച്ചാൽ നബി അവിടുന്ന് മറുപടി പറഞ്ഞോളി. അതേ സമയത്ത് നബിയെ ഇദാ സുഇൽത അൻ ഗൈരി, എന്നെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഫകുൻ അൻതൽ മുജീബ്, നബി അങ്ങ് മറുപടി പറഞ്ഞോളൂ. അതേ സമയത്ത് ഇദാ സുഇൽത അന്നി, എന്നെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, റാസി ഇമാം വിശദീകരിക്കുകയാണ്, വഇദാ സുഇൽത അന്നി, എന്നെ കുറിച്ചാണ് അങ്ങയോട് ചോദിക്കുന്നത് എങ്കിൽ ഫസ്കുത് അൻത ഹത്താ അകൂന അനൽ ഖായിൽ, അതിന് ഞാൻ പറഞ്ഞോളാം നബിയേ. അതുകൊണ്ടാണ് ഫഖുൽ എന്ന് പറയാതെ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്. ഇതാണ് അവിടുത്തെ ചർച്ച. ഈ ചർച്ചയെ വളരെ മനോഹരമായിട്ട് റാസി ഇമാം വിശദീകരിച്ച ഈ ഭാഗത്തെ അവിടെ റാസി ഇമാം അതിന് ശേഷം എന്തേ ഫഇന്നി ഖരീബ് എന്നാണല്ലോ പറഞ്ഞത്? അള്ളാഹു ഇങ്ങോട്ടെടുത്തവനാണ്, ഫഇന്നഹു ഖരീബ് എന്ന് പറഞ്ഞില്ലല്ലോ. അടിമ ഇങ്ങോട്ടെടുത്തവനെന്നല്ല പറഞ്ഞത്, അള്ളാഹു ഇങ്ങോട്ടെടുത്ത്. അതൊക്കെ റാസി ഇമാം വിശദീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ മനഃപൂർവ്വം തിരസ്കരിച്ചുകൊണ്ട് വികൃതമായി വിശുദ്ധമായ ഖുർആനിനെ അർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഈ സാധു അവിടെ ആകെ മറുപടി പറഞ്ഞ എന്താ അറിയോ? വൽ ഹാസിലു എന്ന് ഇവിടെ പറഞ്ഞതിന്റെ ഇശാറത്താണ് അത്. എന്താണ് പറഞ്ഞത്? അല്ലാഹു അലം. ഒരു ചർച്ച പറഞ്ഞിട്ട് ആ ചർച്ചയുടെ വൽഹാസിലു പറഞ്ഞ പിന്നെ എന്തോ ഇശാറത്ത്? വൽഹാസിലു എന്ന് ഇവിടെ പറഞ്ഞതിന്റെ ഇശാറത്താണ് അവിടെ. വൽഹാസിലു എന്ന് പറഞ്ഞാൽ ആ ചർച്ചയുടെ ആകെ രത്നച്ചുരുക്കം ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചതാണ്. മാത്രമല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇമാം റാസി തങ്ങൾ തവസ്സുൽ നടത്തിയ മഹാനാണ്. മറ്റു ഇമാമുമാർ തവസ്സുൽ നടത്തിയ മഹാന്മാരാണ്. അവരെ കിതാബിൽ ഒന്ന് എഴുതി വെച്ചിട്ട് അവരുടെ പ്രവർത്തനത്തിൽ വേറൊന്നും ഉണ്ടാവില്ല. ഇതെന്താണെന്നറിയോ? സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങൾ അഭിവന്യനായ ഗുരുവര്യർ മഹാനായ ശൈഖുൽ മർഹൂം കല്ലൂർ ഉസ്താദ് നവറല്ലാഹു മർഖദ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അർത്ഥം പറയുന്നതിനെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരാളൊരു ബസ്സിൽ കയറി, അയാളുടെ കയ്യിൽ ഒരു ചാക്കുണ്ട്. ആ ചാക്കിൽ
അറുക്കപ്പെട്ട പശുക്കളുടെ അല്ലെങ്കിൽ എന്താ അറുത്ത ജീവിയുടെ മാംസമാണ്. മാംസമല്ല, അതിന്റെ കൈയും കാലും എല്ലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പൊ രക്തം ഇങ്ങനെ ഒലിച്ച ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായപ്പോ യാത്രക്കാര് കണ്ടക്ടറോട് പരാതി പറഞ്ഞു, ഈ ചങ്ങായി ഇതുകൊണ്ടാണ് കയറിയിരിക്കണത് എന്ന് പറഞ്ഞു. കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു അത് പുറത്തേക്കിടാൻ പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, അവിടെ എന്താ എഴുതി വെച്ചിക്കണ നോക്ക്, കൈയും തലയും പുറത്തിടരുത്. എങ്ങനെയുണ്ട്? അതെന്തിനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് ഒരു കോണ്ടെക്സ്ച്വൽ മീനിങ് ഇല്ലേ? അവിടെ എന്താണ് അവിടെ ഉള്ളത്? യാത്രക്കാരന്റെ കൈയും തലയും പുറത്തിട്ടാൽ അപകടം സംഭവിക്കും, അതല്ലേ അവിടെ ഉള്ളത്? എനിക്ക് കിതാബ് ഓതണോ? വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന, ആ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇയാൾ കണ്ടക്ടറോട് പറയാണ്, കയ്യും തലയും പുറത്തിടരുത്, നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് എന്നോട് പുറത്തിടാൻ പറയും, നടക്കൂല. ഇങ്ങനെ അർത്ഥം വെച്ചാൽ, അങ്ങനെ അർത്ഥം വെച്ചോണ്ടാണ് തൗഹീദ് എട്ടെണ്ണായത്. അങ്ങനെ സ്വതന്ത്രമായിട്ട് വിശുദ്ധമായ ഖുർആനിനെ സന്ദർഭത്തിൽ നടത്തി മാറ്റി അർത്ഥം വെച്ചതുകൊണ്ടാണ് ഈ ഗതികേടിലേക്ക് അവരെത്തിയത്. അതിനെ മറച്ചു വെക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽ വ്യാജമായ ആരോപണങ്ങൾ കൊണ്ടുവന്നു രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ പഠിക്കാനും പരിശുദ്ധമായ ഈ ആദർശം, ഈ വിശ്വാസം ഒരു കലർപ്പുമില്ലാതെ ശുദ്ധമായ രൂപത്തിൽ മുന്നോട്ട് പോകണം. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വന്നു. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഈ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു തരട്ടെ. അങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞത്. പുതിയൊരു കാലം വരുമ്പോ ലഹ്വം വഗഫ്ലതൻ വലം തഹ്തരിം ഫീമാ അതൈതൽ മുഹറമ ഫലാ റജബൻ വഫൈത ഫീഹി ബിഹഖ്ഖിഹി വലാ സുംത ശഹ്റ الصൗമി സൗമൻ മുതമ്മമ വലാ ഫീ ലയാലി അശ്രി ദിൽ ഹിജ്ജത്തിൽ ലദി മലാ കുൻത ഖവാമൻ വലാ കുൻത മുഹരിമാ. റജബ് കഴിഞ്ഞു പോയി, ദുൽഹിജ്ജ കഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു. അവിടെയൊക്കെ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ എന്ന് ആത്മവിചിന്തനം നടത്തണം ഈ സന്ദർഭത്തിൽ. എന്നിട്ട് ഫഹല്ലക അൻ തംഹുദ്ദുനൂബ ബിഇബ്റത്തിൻ വതബ്കി അലൈഹാ ഹസ്റതൻ വതനദ്ദുമാ വതസ്തഖ്ബിലുൽ ആമൽ ജദീദ ബിതൗബത്തിൻ ലഅല്ലക അൻ തംഹു ബിഹാ മാ തഖദ്ദമാ. തൗബ ചെയ്തിട്ട് പുതിയ വർഷത്തെ നീ സ്വീകരിച്ചോ. അള്ളാഹു തൗബ സ്വീകരിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ദുആകളിൽ ഉൾപ്പെടുത്തണം. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.